റിപ്പോർട്ടർ ടിവിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് ആക്രമണം നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പിടിയിൽ. കേസിലെ ഒന്നാം പ്രതി മിഥുൻ മോഹനാണ് പിടിയിലായിരിക്കുന്നത്. അശ്വിൻ ഡിയാഗോ ചേരുകയാണ് വിവരങ്ങളുമായി. അശ്വിൻ, എപ്പോഴാണ്, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? മറ്റു പ്രതികളുടെ സ്ഥിതി എന്താണ്? ഇന്ന് രാവിലെയാണ് തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസ് ഒരു 6 പേരടങ്ങുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംഘം ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ ആക്രമിച്ചത്, കരിയോയിൽ ഒഴിച്ചത്. വലിയ പ്രകോപനമാണ് യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന്, ചില പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സംഘടിതമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു, വ്യാജ പ്രചാരണം നടത്തുന്നു, കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്നു. ഇപ്പോഴിതാ ഓഫീസിലും ആക്രമണം നടത്തിയിരിക്കുന്നു. അശ്വിൻ ഡിയാഗോയിലേക്ക് വരികയാണ്. അശ്വിൻ, ഏതായാലും മുഖ്യപ്രതി മിഥുൻ മോഹൻ പിടിയിലായിരിക്കുകയാണ്. എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? ഒപ്പം തന്നെ മറ്റു പ്രതികളുടെ സ്ഥിതി എന്താണ്? രാവിലെ കൂടി നമ്മുടെ തൃശ്ശൂർ ബ്യൂറോയിലേക്ക് ആക്രമണം നടത്തിയത് 5 അംഗ സംഘമാണ്. ഈ 5 അംഗ സംഘത്തിനെ നയിച്ചത് ഈ തമ്പാനൂരിൽ നിന്നുമാണ് ഒന്നാം പ്രതി പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും മിഥുൻ മോഹൻ ഈ ഒരു സംഘത്തെ നയിച്ചത്, ഇന്ന് രാവിലെ തൃശ്ശൂരിൽ വെച്ച് നടന്ന ആ ആക്രമണത്തിൽ ആ ഒരു സംഘത്തെ നയിച്ചത് അതിലെ ഒന്നാം പ്രതി മിഥുൻ മോഹനാണ്. അതിനു പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് അയാൾ യാത്ര ചെയ്തത്. ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള മിഥുൻ മോഹൻ പിടിയിലായിട്ടുള്ളത്. അശ്വിൻ, ഏതായാലും ഒന്നാം പ്രതി പിടിയിലായിട്ടുണ്ട്. ഇനി മറ്റുള്ളവർ കൂടി പിടിയിലാകാനുണ്ട്. തീർച്ചയായും നിലവിലിപ്പോൾ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനാണ് പിടിയിലായിട്ടുള്ളത്. തമ്പാനൂർ പോലീസാണ് മിഥുൻ മോഹനെ പിടികൂടിയിട്ടുള്ളത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ ഷാഡോയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുകയായിരുന്നു. പിടികൂടി അല്പസമയം മുമ്പാണ് ഇയാളെ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിലിപ്പോൾ മിഥുൻ ഉള്ളത്. രാവിലെ ഈ നമ്മുടെ ഓഫീസ് ആക്രമിച്ച ഈ 5 അംഗ സംഘത്തെ നയിച്ചത് ഈ മിഥുൻ മോഹനാണ്. ഈ മിഥുൻ മോഹനെ ഇപ്പോൾ എന്തായാലും തമ്പാനൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമ്പാനൂർ വന്നിറങ്ങി ഇവിടെ നിന്നും MLA ഹോസ്റ്റലിലേക്ക് പോകാനായിരുന്നു മിഥുൻ മോഹൻ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ DGPയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ശരി, റിപ്പോർട്ടിന്റെ തൃശ്ശൂർ ബ്യൂറോ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് തമ്പാനൂരിൽ വെച്ച് പിടിയിലായിരിക്കുകയാണ്. മിഥുൻ മോഹനാണ് പിടിയിലായിട്ടുള്ളത്. മറ്റുള്ള പ്രതികളും ഇനി പിടിയിലാകാനുണ്ട്. അവർ ഉടൻ പിടിയിലാകുമെന്ന് തന്നെ കരുതുകയും ചെയ്യുന്നു. ഇന്നത്തെ ന്യൂസ് ബസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി മലയാളികളുടെ വാർത്താ സായാഹ്ന